ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നവർ അള്ളാഹുരുടെയൊക്കെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. മക്കളിൽ അസുഖമുള്ളവരുണ്ട്, അള്ളാഹു ശിഫ നൽകട്ടെ. മാതാപിതാക്കൾ അസുഖമുള്ളവരുണ്ട്, അള്ളാഹുവെ ശിഫ കൊടുക്കണേ റബ്ബേ. ഈ ഇരിക്കുന്ന ആളുകളിൽ വിവിധ അസുഖങ്ങളുള്ളവരുണ്ട്, ബന്ധുക്കളിൽ അസുഖങ്ങളുള്ളവരുണ്ട്. റബ്ബേ അസൽ കർബുല്ലദീ അംസൈനാ ഫീ, ഞങ്ങൾ ഇടപെടുന്ന, ഞങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ യകൂനു വറാഅഹു ഫറജുൻ ഖരീബു, അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക, നിരാശരാവാതിരിക്കണേ. ഇത് അല്ലാഹു നൽകുന്ന ഉപദേശമാണ്. അവസാനത്തേതായി ഒരു കാര്യം കൂടെ പറയട്ടെ. മൻ അറഫൽ ഹഖ്ഖ ഹാനത് ഇൻദഹു തദ്ഹിയാത്ത്, സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ, നേർവഴി എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് എന്ത് ത്യാഗവും ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. സത്യം ബോധ്യപ്പെടുമ്പോ അതിനു വേണ്ടി ത്യാഗം ചെയ്യണം. യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നത് കേൾക്കിൻ. വഇസ്സതി വജലാലി മാ മിൻ അബ്ദിൻ ആഥറ ഹവായ അലാ ഹവാ, ഏതൊരു മനുഷ്യനും സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെക്കുകയും എന്റെ ആഗ്രഹം മുമ്പിൽ വെക്കുകയും ചെയ്താൽ, ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ നിസ്കരിക്കേണ്ട നേരമാണ്. ശരീരം പറയുന്നുണ്ട് കണ്ണുകൊണ്ട് നോക്കണമെന്ന്, അള്ളാഹു പറയുന്നു നോക്കല്ലേ എന്ന്. ഞാൻ ആരെയാണ് മുന്തിക്കേണ്ടത്? എന്റെ ആഗ്രഹമാണോ അള്ളാഹുവിന്റെ ആഗ്രഹമാണോ? അള്ളാഹുവിന്റെ ആഗ്രഹം സ്വന്തം ആഗ്രഹത്തെക്കാൾ ആരെങ്കിലും മുന്തിക്കുകയാണെങ്കിൽ, അതിന് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടുമെന്നാണ്? ഇല്ലാ അഖ്ലൽതുഹുമൂമ, ടെൻഷനൊക്കെ അള്ളാഹു ഇല്ലാതെയാക്കി തരും. ഇത് വലിയൊരു സൗഭാഗ്യമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന. സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹവും അള്ളാഹുവിന്റെ ആഗ്രഹവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ആഗ്രഹമാണ് മുന്തിക്കേണ്ടത്. മുമ്പിൽ വന്ന് ഒരു സ്വഹാബി വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, അലൈസ മൻ ആമന ബില്ലാഹ് വസദ്ദഖ ബിക യദ്ഖുലുൽ ജന്ന വയുസവ്വിജു മിൻ ഹൂരിൽ ഐൻ, അങ്ങ് പഠിപ്പിച്ചില്ലയോ നബിയേ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അങ്ങയെ അംഗീകരിക്കുകയും ചെയ്ത് മരിച്ചുപോയാൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുമെന്നും അവിടെ ഹൂറുല്ലീനുകളെ അള്ളാഹു അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുമെന്നും അങ്ങ് പഠിപ്പിച്ചില്ലയോ നബിയേ? അത് ശരിയല്ലേ നബിയേ? ഖാല നഅം ബലാ, ശരി തന്നെയാണ്. ഫമാ ബാലു അസ്ഹാബിക ലാ യുസവ്വിജൂനനി, എന്നിട്ടെന്താ നബിയെ അങ്ങയുടെ കൂട്ടുകാരും എനിക്കൊരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ തരാത്തത്? വളരെ ശരീരഭംഗിയില്ലാതിരുന്ന ഒരു സ്വഹാബിയാണ് ഈ പറയുന്നത്. എനിക്കെന്താ നബിയെ ആരും വിവാഹം ചെയ്യിച്ചു തരാത്തത്? ഞാനൊരു മുസ്ലിമല്ലേ നബിയെ? മുസ്ലിം തരാം. ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അൻസ്വാരിയത്തായ ഒരു പെണ്ണിനെ അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിക്കുന്നു. പെണ്ണിന്റെ വാപ്പയും ഉമ്മയും അതിന് സമ്മതിക്കുന്നില്ല. ഈ സ്വഹാബിയാണെങ്കിൽ വേണ്ട, മോളാ പറയുന്നത്, ഉമ്മ അള്ളാന്റെ റസൂല് പറഞ്ഞ വിഷയമാണ്, നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല, എനിക്ക് ഇദ്ദേഹം തന്നെ മതി, അള്ളാന്റെ റസൂലല്ലേ കൊണ്ടുവന്നത് ഈ പ്രപ്പോസൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നു. വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി നാദാ മുനാദിൻ, യുദ്ധങ്ങൾ നടക്കുന്ന കാലമല്ലേ, ഒരാള് വിളിച്ചു പറയുന്നു, ശത്രു സൈന്യം അടുത്തെത്തിയിട്ടുണ്ട്, മുസ്ലിം സൈന്യം പുറത്തിറങ്ങണം, ശത്രുക്കളുമായി പടപൊരുതാൻ പുറത്തിറങ്ങണം. എല്ലാവരും ആ രാത്രിയിൽ ആ വിളി കേൾക്കുന്നു. സ്വന്തം ഭാര്യയോടൊപ്പം ആദ്യമായി ഒന്ന് ഉറങ്ങേണ്ട ഒരു രാത്രി. ഇതുവരെ ആരും കല്യാണം കഴിച്ചു കൊടുക്കാതെ എല്ലാവരും വിസമ്മതിക്കുകയും ഒരു പെൺകുട്ടി മാത്രം സമ്മതിക്കുകയും ചെയ്തപ്പോ ആ ഒരു പെൺകുട്ടിയോടൊപ്പം, സ്വന്തം ഭാര്യയോടൊപ്പം ഒരു രാത്രി പോലും താമസിക്കാൻ നേരമായില്ല. അപ്പോഴേക്കും അള്ളാഹുവിന്റെ ധർമ്മസമരത്തിലേക്ക് വിളി വരുന്നു. ആ യാത്രയിൽ, യുദ്ധത്തിലേക്കുള്ള യാത്ര, ഏത് മുൻഗണന കൊടുക്കണം? അള്ളാഹു വിളിക്കുന്നു, അങ്ങോട്ട് പോകണോ? എന്റെ ഭാര്യ വിളിക്കുന്നു, വീട്ടിൽ തന്നെ തങ്ങണോ? അള്ളാഹുവല്ലേ വിളിക്കുന്നത്, അള്ളാഹുവല്ലേ വിളിക്കുന്നത്. സ്വർഗലോകത്തേക്കല്ലേ അള്ളാഹു വിളിക്കുന്നത്. സ്വന്തം ഭാര്യയോട് യാത്ര പറഞ്ഞ്, മധുവിധു നടക്കുന്ന രാവിലാണ് സ്വന്തം ഭാര്യയോട് യാത്ര പറഞ്ഞ് ഈ സ്വഹാബി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്.
യുദ്ധം നടക്കുന്നു. 7ഓളം മുശ്രിക്കുകളെ വകവരുത്തിയ ആ സ്വഹാബി മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരോട് എല്ലാവരോടും നബി തങ്ങൾ ചോദിച്ചു, ആരൊക്കെയാണ് ഷഹീദായത്, ആരൊക്കെയാ കാണാനില്ലാത്തത്? എല്ലാവരുടെയും പേര് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, ഒരാളെ മാത്രം ഞാൻ കാണുന്നില്ലല്ലോ, ആരാ നബിയേ? ജുലൈബീബ് എവിടെ? ജുലൈബീബിനെ കാണുന്നില്ലല്ലോ. ലനതലബു ലാകിന്നി അഫ്ഖിദു അഖീ ജുലൈബീബ, എന്റെ സഹോദരൻ ജുലൈബീബിനെ ഞാൻ കാണുന്നില്ല. ഖൂമൂ മഈ ലിനസുലുബഹു ഫിൽ ഖത്ല, ഷഹീദായി കിടക്കുന്ന ആളുകളിൽ ജുലൈബീബ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ജുലൈബീബ് റളിയല്ലാഹു അൻഹു, ഇന്നലെ നിക്കാഹ് ചെയ്ത ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഇന്ന് അല്ലാഹുവിന്റെ വഴിയിലേക്ക് പോയിരിക്കുന്നു. ഖതല സബ്അതൻ മിനൽ മുശ്രികീന വഖതലൂ, 7 മുശ്രിക്കുകളെ വകവരുത്തിയതിന് ശേഷം ഇദ്ദേഹത്തെ, ഈ സ്വഹാബിയെ അവർ വധിക്കുകയാണുണ്ടായത്. ആ സ്വഹാബിയെ പറ്റി നബി തങ്ങൾ പറഞ്ഞ വാക്കു നോക്കണം. ഹാദാ മിന്നീ വ അന മിൻഹു, ജുലൈബീബ് എന്നിൽപ്പെട്ട ആളാണ്, ഞാൻ ജുലൈബീബിൽപ്പെട്ടവനാണ്. ഹാദാ മിന്നീ വ അന മിൻഹു, ജുലൈബീബ് എന്നിലാണ്, ഞാൻ ജുലൈബീബിലാണ്. ഹാദാ മിന്നീ വ അന മിൻഹു, ഹാദാ മിന്നീ വ അന മിൻഹു. 3 തവണയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്തേ ഈ ബഹുമതി കിട്ടാൻ കാരണം? അള്ളാഹുവിന്റെ ഒരു വിഷയത്തിൽ മുന്നിട്ടിറങ്ങുമ്പോ, വീട്ടുകാരിൽ നിന്ന് വീടിന്റെ ചുമരുകൾക്കപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ പുറത്തിറങ്ങുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അത് ലാഭമുള്ള യാത്രയാണ്. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അത് നാളെ പ്രതിഫലാർഹമായ യാത്രയാണ്. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി മധുമിതു നടക്കുന്ന രാവിൽ പോലും അള്ളാഹുവിന്റെ വിളി കേട്ട് ഇറങ്ങിപ്പോന്നപ്പോ ഈമാനിന്റെ വില മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്ത് ത്യാഗവും ചെയ്യാൻ എളുപ്പമാണെന്ന വലിയൊരു ആശയം പഠിപ്പിച്ച സ്വഹാബിയാൻ ജുലൈബീബ് റളിയല്ലാഹു അൻഹു. അതിന് പകരം എന്ത് കിട്ടി? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊടുത്തില്ലയോ? സ്വർഗമല്ലേ നൽകിയത്? സ്വർഗം ലഭിച്ചിരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. അവരെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു റബ്ബേ. നിന്റെ ആലിമീങ്ങളെ, നിന്റെ ഹബീബിന്റെ സയ്യിദന്മാരെ, ഹബീബിന്റെ സ്വഹാബിനെ, നിന്റെ അംബിയാഇനെ ഇഷ്ടപ്പെടുന്നു റബ്ബേ. നിന്റെ ഔലിയാഇനെ സ്നേഹിക്കുന്നു റബ്ബേ. ആ സ്നേഹം കൊണ്ടെങ്കിലും അവര് പോകുന്ന സ്വർഗത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ത്യാഗം, എമ്പാടും അല്ലാഹുവിന് ത്യാഗം ചെയ്യുന്ന മനസ്സ്. ഡമസ്കസ് ഷാമിന്റെ മശായിഖന്മാരിൽ പ്രഗത്ഭനായ ഷെയ്ഖാണ് മഹാനായ ഷെയ്ഖുൽ ഹാമിദ് എന്നറിയപ്പെടുന്ന മഹാനവറുകൾ. സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഷെയ്ഖ് ഹാമിദ് റഹ്മഹുല്ലയുടെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. ആ മരണത്തിൽ ഒരുപാട് സങ്കടപ്പെട്ട അനുജനാണ് ലോകപ്രശസ്തനായ ഷെയ്ഖ് ഹാമിദ് റഹ്മഹുല്ല. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകൾ സ്വന്തം ജ്യേഷ്ഠനെ ഓർത്തെടുക്കുകയും 12 കൊല്ലം കഴിഞ്ഞ ശേഷം സ്വന്തം ജ്യേഷ്ഠന്റെ പുണ്യവും ജ്യേഷ്ഠൻ ചെയ്ത നന്മകളും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആളുകൾ ചോദിച്ചു അനുജനോട്, അല്ല ശൈഖ് അവറുകളെ, ജ്യേഷ്ഠൻ മരിച്ചപ്പോ ആ മക്കളും അവരുടെ ഭാര്യയും എന്തായി? എവിടെയാണ് അവരിപ്പോ ഉള്ളത്? ജ്യേഷ്ഠന്റെ ഭാര്യയും മക്കളും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു. എത്രയാ പറഞ്ഞത്? പക്ഷേ 12 കൊല്ലമായി ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. 12 കൊല്ലമായി കണ്ടിട്ടില്ല. എവിടെയാണ് മാറി താമസിക്കുന്നറിയണേ? സ്വന്തം അനുജന്റെ കൂടെ, ഈ ഷെയ്ഖ് ഹാമിദ് റഹ്മഹുല്ലയുടെ കൂടെയാണ് തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും മക്കളും താമസിച്ചത് 12 കൊല്ലം. ആ 12 കൊല്ലത്തിനിടക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായവും ഭക്ഷണവും സംരക്ഷണവും കൊടുത്തു എന്നല്ലാതെ തനിക്ക് കാണാൻ അനുവദിക്കപ്പെടാതിരുന്ന സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ 12 കൊല്ലത്തിൽ ഒരിക്കൽ പോലും മഹാനായ ഷെയ്ഖ് ഹാമിദ് എന്നവർ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് ലോക മുസ്ലിമീങ്ങളോട് സാക്ഷി പറഞ്ഞ മഹാനാണ് ഷെയ്ഖ് ഹാമിദ് റഹ്മത്തുള്ളാഹി അലൈഹി. സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ കാണാത്ത വീടുകൾ ഇന്നും എത്രയോ സത്യവിശ്വാസിയുടെ വീടുകളിലുണ്ട്. കാണാൻ അനുവദിക്കപ്പെടാത്തവർ. ജ്യേഷ്ഠൻ, ഭർത്താവിന്റെ സഹോദരൻ, പ്രായപൂർത്തിയെത്തിയ സഹോദരൻ ഒരു
ഭർത്താവിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ മരണം പേടിക്കുന്ന പോലെ പേടിക്കണം. അവരോട് ഇടപഴകാൻ പാടുള്ളതല്ല, അവരെ കാണാൻ പാടുള്ളതല്ല, അവരോട് സംസാരിക്കാൻ പാടുള്ളതല്ല എന്ന ശർഇന്റെ നിയമം നടപ്പിലാക്കപ്പെടുന്ന എത്രയോ വീടുകൾ ഇന്നുമുണ്ട് എന്നത് വലിയ അഭിമാനമാണ്. എന്തോ ഒരു വലിയ അഭിമാനമാണ്. ആളുകൾ പറയും, ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ എവിടെ നടക്കാനാണ്? ഒരുമിച്ച് കുടുംബം പോലെ ജീവിക്കുന്നവരാ, ആങ്ങളെ പെങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഒന്നും പറയല്ലേ. പ്രായപൂർത്തിയെത്തിയ ആൺമക്കളെയും പെൺമക്കളെയും പോലും സ്വന്തം ആങ്ങളെയും പെങ്ങളെയും പോലും കിടപ്പറകളിൽ മാറ്റിക്കിടത്തണമെന്ന് പറഞ്ഞ ശരീഅത്താണ് അള്ളാഹുവിന്റെ ശരീഅത്ത്. അങ്ങനെ വരുന്ന സമയത്ത് അന്യ ആണുങ്ങൾ, അന്യ പുരുഷന്മാർ സ്വന്തം മക്കളുടെ കൂടെ കോളേജിൽ പഠിച്ചതിന്റെ പേര് പറഞ്ഞ്, സ്കൂളിൽ കൂടെ പഠിച്ചു എന്ന പേര് പറഞ്ഞ് ഒരുമിച്ചിരിക്കുകയും വരികയും റൂമിൽ വാതിലടച്ചിരിക്കുകയും സംസാരിക്കുകയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത് അവരാങ്ങളെ പെങ്ങളെ പോലെയാണ് എന്ന് പറയുന്ന ഉമ്മ, പറയുന്ന ഉപ്പ, സ്വന്തം ആങ്ങളെയും സ്വന്തം പെങ്ങളെ പോലും ഒരുമിച്ച് കടത്തരുത് എന്ന് പറഞ്ഞ ശരീഅത്തിൽ എങ്ങനെയാണ് വഴിവിട്ട ബന്ധങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത്? മഹാനായ ശൈഖ് ഹാമിദ് റഹ്മഹുല്ല സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചു പോയപ്പോ ജ്യേഷ്ഠന്റെ ഭാര്യയെയും മക്കളെയും 12 കൊല്ലം സ്വന്തം വീട്ടിൽ പാർപ്പിച്ചിട്ട് ആ പെണ്ണിന്റെ മുഖം 12 കൊല്ലത്തിനിടക്ക് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടായ മഹാനായ ശൈഖ് ഹാമിദ് റഹ്മഹുല്ലാ, അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗമാണത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗമാണത്. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ഒരാൾ കണ്ണ് നിയന്ത്രിക്കുകയാണെങ്കിൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, മാധുര്യമുള്ള ഒരു ഇബാദത്ത് അള്ളാഹു പകരം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് നോക്കാതെ കണ്ണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഇബാദത്തിൽ അള്ളാഹു മധുരം തരുമത്രേ, നിസ്കാരത്തിന് ആനന്ദം തരുമത്രേ, നോമ്പിന് അള്ളാഹു ആനന്ദം തരും, നമ്മുടെ ഖിറാഅത്തിൽ ആനന്ദം തരും, ദാനധർമ്മത്തിൽ ആനന്ദം തരും, ചെയ്യുന്ന നന്മകളിൽ അള്ളാഹു ആനന്ദം തരും. കണ്ണ് നിയന്ത്രിച്ചാൽ അത് കിട്ടാൻ വേണ്ടി വലിയൊരു ത്യാഗം ചെയ്തു 12 കൊല്ലം മഹാനായ ശൈഖുൽ ഹാമിദ് റഹ്മഹുല്ലാഹ്. ഷാം കണ്ട പ്രഗൽഭനായ പണ്ഡിതനാണ് മഹാനായ ശൈഖ് ഹാമിദ് റഹ്മത്തുള്ളാഹി അലൈഹി. ത്യാഗം ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്താലും അതിന് പകരം കിട്ടുന്നത് മഹാപ്രതിഫലമല്ലയോ? പിന്നെ എന്തിന് ത്യാഗം ചെയ്യാതിരിക്കണം? അബൂ ലുബാബ എന്ന് പറയുന്ന സ്വഹാബിയും ഒരു യതീമും തമ്മിൽ നടന്ന ഒരു ചെറിയ പ്രശ്നം, ഒരു കശപിശയുണ്ടായി. അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു ഡിസ്പ്യൂട്ട്. യതീമിന്റെ ഒരു സ്ഥലം, യതീം പറഞ്ഞു, എന്റെ സ്ഥലത്താണ് ആ ഈത്തപ്പന കിടക്കുന്നത്. അബൂ ലുബാബ പറഞ്ഞു, എന്റെ സ്ഥലത്താണ് ആ ഈത്തപ്പന കിടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലാണ് അവിടുത്തെ കോടതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മുമ്പിലേക്ക് വിഷയം വന്നു. നബി തങ്ങൾ കാര്യം പരിശോധിച്ചു നോക്കുമ്പോ യതീമിന്റെ സ്ഥലത്തല്ല, അത് അബൂ ലുബാബയുടെ അരികത്ത് തന്നെയാണ്. അത് അബൂ ലുബാബയുടെ ഈത്തപ്പനയാണ്, യതീമിന്റേതല്ല. നബി തങ്ങൾ വിധി പറഞ്ഞു, യതീമേ, ഇത് നിങ്ങളുടേതല്ല, അബൂ ലുബാബയുടേതാണ്. പക്ഷേ കാരുണ്യവാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു യതീമായ കുട്ടിയുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുമ്പോ ഒരു ഈത്തപ്പന കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ ഭക്ഷണം, അതിന്റെ പഴങ്ങൾ ഭക്ഷണമായി കഴിക്കാമല്ലോ എന്നുദ്ദേശിച്ച് ഒരു യതീം കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുഅ്തീഹിൻ നഖ്ല വലക ബിഹാ ഇദ്ഖും ഫിൽ ജന്നഹ്. അബൂ ലുബാബ, ആ യതീമിന് ആ ഈത്തപ്പന നിങ്ങൾക്കൊന്ന് കൊടുത്തുകൂടെ? അതിന് പകരം സ്വർഗത്തിൽ ഞാനൊന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, സ്വർഗത്തിലൊന്ന് വാങ്ങിച്ചു തരാം. അബൂ ലുബാബ ഒന്നിങ്ങനെ ആലോചിച്ചു, എനിക്കെതിരെ കേസ് കൊടുത്ത ആളല്ലേ ഈ യതീം, എനിക്കെതിരെ നബിയോട് പരാതി പറഞ്ഞ ആളല്ലേ ഈ യതീം, ആ യതീമിന് എന്തിന് ഞാൻ കൊടുക്കണം? ഞാൻ തരില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്വഹാബി അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു
ഇത് കേൾക്കുന്നത് നബിയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ആ ഈത്തപ്പന ഞാൻ വാങ്ങിച്ചു കൊടുത്താൽ സ്വർഗത്തിലൊന്ന് അങ്ങെനിക്ക് തരുമോ? സ്വർഗത്തിലൊരു ഈത്തപ്പന തരാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗപ്രവേശം കിട്ടും എന്ന് തന്നെയാണ്. അവിടെ ഒരു ഈത്തപ്പന നൽകുമെന്ന് തന്നെയാണ്. ഈത്തപ്പന സ്വർഗത്തിലും ഇയാൾ സ്വർഗത്തിന്റെ പുറത്തും അങ്ങനെ ഉണ്ടാവില്ല. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് കിട്ടുമോ നബിയേ? നിങ്ങൾക്ക് കിട്ടും അബൂ ദഹ്ദാ. നേരെ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈത്തപ്പന ഞാൻ നിങ്ങൾ ഇന്ന് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾ എനിക്കത് തരുമോ? അദ്ദേഹം പറഞ്ഞു, എടുത്തോളൂ. ലാ ഖൈറ ഫീ നഖ്ലത്തിൻ ശുകിയത് ഫീഹാ ലിറസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് കംപ്ലൈന്റ് പറയപ്പെട്ട ഒരു ഈത്തപ്പന എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോ. അതിന് പകരം എന്തു തരും? ഞാൻ നിങ്ങൾക്ക് എന്റെ ഈത്തപ്പന തോട്ടം, ഒരു മരത്തിന് പകരം എത്രയോ നൂറുകണക്കിന് മരങ്ങളുള്ള ഈത്തപ്പന തോട്ടം ഞാൻ പകരം തരാമെന്ന് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു വാങ്ങുകയാണ്. വാങ്ങിച്ചിട്ട് നേരെ ഓടി വന്നു. എന്നിട്ട് തോട്ടത്തിൽ ഒരു ചെറിയ വീടുണ്ട് അബൂ ദഹ്ദാ എന്നവരുടെ. അവിടെ ഉമ്മു ദഹ്ദാ, തന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. എല്ലാവരോടും തോട്ടത്തിന്റെ പുറത്തു നിന്ന് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യാ ഉമ്മു ദഹ്ദാ, ഉമ്മു ദഹ്ദാ, എന്റെ ഭാര്യയെ, മക്കളെ, അനിഖുറുജൂ, നിങ്ങൾ ഈ തോട്ടത്തിൽ നിന്ന് പുറത്തു കടക്കണം. ഖദ് ബിഅനാഹാ മിനല്ലാഹി ബിഇദ്ഖിൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിലെ ഒരു ഈത്തപ്പനക്ക് പകരം ഈ തോട്ടം നാം അല്ലാഹുവിന് വിറ്റിരിക്കുകയാണ്. അതുകൊണ്ട് പോന്നോളൂ, ഇനി ഈ തോട്ടം നമ്മുടേതല്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോന്നോളൂ എന്ന് തോട്ടത്തിന്റെ പുറത്തു നിന്ന് അതിനകത്തേക്ക് കയറാതെ അതിന്റെ മുതലാളിയായിരുന്ന മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തു. എന്തേ കാരണം? പ്രതിഫലം സ്വർഗമാണെങ്കിൽ എന്ത് ത്യാഗവും ചെയ്തുകൂടെ? ആ ത്യാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം നടക്കുമ്പോൾ അനുസ്മരിച്ചത്. മഹാനായ അബൂ ദഹ്ദാ തങ്ങളെ കണ്ടപ്പോ, ആ മുഖത്തെ ചോരപ്പാടുകൾ കണ്ടപ്പോ, മുഖത്ത് ക്ഷീണം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, യർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ അബൂ ദഹ്ദാ. കം മിൻ ഇദ്ഖിൻ മുദല്ലലിൻ അൽആന ലിഅബി ദഹ്ദാഹി ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ എത്രയെത്ര മനോഹരമായ ഈത്തപ്പനകളാണ് അല്ലാഹു അബൂ ദഹ്ദാ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ പ്രാർത്ഥന ഹബീബിൽ നിന്ന് വാങ്ങിക്കാൻ കാരണം അല്ലാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗമാണ്. അള്ളാഹ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ദീനിന് വേണ്ടി, ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് ഒന്നും നഷ്ടമായി കരുതല്ലേ. അതിനൊക്കെ പകരം അല്ലാഹു സ്വർഗം നൽകി എന്നല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അവസാനമായി ഒരു ഉപദേശം കൂടെ, നമ്മുടെ പരിമിതമായ സമയം നോക്കി വളരെ വളരെ ചുരുക്കി ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. അവസാനത്തെ ഉപദേശം, സത്യവിശ്വാസികളെ സംബന്ധിച്ച്, സത്യവിശ്വാസിനികളെ സംബന്ധിച്ച് നല്ലതേ വിചാരിക്കാവൂ, നല്ലതേ തോന്നാവൂ. ളന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ. ഇത് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു സാരോപദേശമാണ്. ളന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ. സത്യവിശ്വാസികളോട് നന്മയെ നമ്മൾ ചിന്തിക്കാവൂ. ആരെപ്പറ്റിയും ഒരു ക്രിമിനലാണ്, മോശക്കാരനാണ് എന്ന് ചിന്തിക്കല്ലേ. ഒരു പെണ്ണിനെ പറ്റിയും അവൾ മോശക്കാരിയാണ് എന്ന് ചിന്തിക്കല്ലേ. അവളും അള്ളാഹും തമ്മിലുള്ള തെറ്റുകൾ അള്ളാഹും അവരും തമ്മിലായിക്കോട്ടെ. നമ്മൾ ആരെയും വിധി എഴുതാൻ പോവണ്ട. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ബീവിയുടെ വിഷയം നടന്നു. അത് മാത്രമാണ് ഈ ചർച്ചയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ബീവി റളിയല്ലാഹു അൻഹ വളരെ വിഷമിച്ച ഹാദിസത്തുൽ ഇഫ്ക്, മഹദിയെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നടന്ന രംഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ചരിത്രം സൂറത്തുൻ നൂറിലെ വിഷയം. സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മരുഭൂമിയിൽ നിന്ന് ഒറ്റക്ക് നടന്നു വന്നപ്പോ ആയിഷ ബീവി ഒട്ടകപ്പുറത്തും സഫ്വാൻ എന്നവർ ഒട്ടകത്തിന്റെ കയറും പിടിച്ചു വന്നപ്പോ മദീനക്കാരായ കപടവിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്നവരെ വളരെ മോശമായ ആരോപണം നബി തങ്ങളുടെ ഭാര്യയെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് വിഷമിച്ചു പോയില്ലേ? ആയിഷ ബീവിക്ക് പനി പിടിച്ചില്ലേ? ആയിഷ ബീവിക്ക് നടക്കാൻ പോലും പറ്റാതെ മഹദി വിഷമിച്ചു പോയില്ലേ? സങ്കടപ്പെട്ട് കരഞ്ഞില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ? ആയിഷ ബീവി നിരപരാധിയാണ് എന്ന വിഷയം അല്ലാഹു സൂറത്തുൻ നൂറിലെ 11ഓളം ആയത്തുകൾ ഇറക്കപ്പെടുന്നതിന്റെ മുമ്പ്
ഒരു സ്വഹാബി തന്റെ ഭാര്യയോട് ചോദിച്ച സംഭവം മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിയെ നമുക്ക് പരിചയമുണ്ടാകും. നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ മദീനയിൽ ആദ്യം താമസിച്ച വീട് ഈ സ്വഹാബിയുടെ വീടാണ്. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയുടെ വീട്ടിലല്ലേ നബി താമസിച്ചത്. ആ സ്വഹാബി ഉമ്മു അയ്യൂബിനോട് സ്വന്തം ഭാര്യയോട് വന്ന് ചോദിച്ചു, യാ ഉമ്മ അയ്യൂബ്, ഉമ്മു അയ്യൂബേ, അറഅയ്തി, നീ ഒന്ന് പറ എന്റെ ഭാര്യ, എന്റെ സഹോദരി, എന്റെ ഭാര്യയെ, എന്റെ പെണ്ണെ, നീയൊന്ന് പറ. അറഅയ്തി ലൗ കുൻതി മകാന ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയുടെ സ്ഥാനത്ത് ഉമ്മു അയ്യൂബേ നീയായിരുന്നുവെങ്കിൽ, ആയിഷ ബീവി നടന്നു വന്ന ആ യാത്രയിൽ ഉമ്മു അയ്യൂബേ നീ ഒട്ടകപ്പുറത്തും നിന്റെ ഒട്ടകത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് താഴെ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോ ആയിഷ ബീവിയെ പറ്റി പറയപ്പെടുന്ന ആ തെറ്റ് നീ ചെയ്യുമായിരുന്നോ? മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയോട് ചോദിക്കുന്നു. ലാ വല്ലാഹ്, ചിന്തിക്കാൻ പോലും കഴിയില്ല. വ്യഭിചാരം എന്ന് പറയുന്ന തെറ്റ് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന മറുപടിയാണ് ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ പറയുന്നത്. ഞാൻ അത് ചെയ്യുകയില്ല. ഈമാനുള്ള ഒരാണോ ഈമാനുള്ള ഒരു പെണ്ണോ എന്ത് പൈശാചിക പ്രേരണകളിൽ ഉള്ളിലാണെങ്കിൽ പോലും വ്യഭിചാരത്തിലേക്ക് പോവാൻ കഴിയില്ല എന്ന് ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മഹാനായ സ്വഹാബി പറഞ്ഞു, പെണ്ണേ, എങ്കിൽ നിന്നെക്കാളും എത്രയോ നല്ലവരല്ലയോ ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ, അവരെ പറ്റി അത് പറയാൻ പാടുണ്ടോ? നീ അത് ചെയ്യില്ലെങ്കിൽ ആയിഷ ബീവിനെ ചെയ്യോ? അപ്പൊ ഉമ്മു അയ്യൂബ് ചോദിച്ചു, ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, യാ അബാ അയ്യൂബ്, അബൂ അയ്യൂബേ, ആയിഷ ബീവി ഒട്ടകപ്പുറത്തും സഫ്വാൻ എന്നവർ കയറും പിടിച്ചു വരുമ്പോ സഫ്വാൻ ഇബ്നു മുഅത്വിൽ എന്ന സ്വഹാബിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ വ്യഭിചാരം ചെയ്യുമോ? ഹാഷാ ലില്ലാഹ്, ഞാനത് ചെയ്യില്ല മോളെ, ഞാനത് ചെയ്യില്ല. വ്യഭിചാരമോ ഹാഷാ ലില്ലാഹ്, ഞാനത് ചെയ്യില്ല. പെണ്ണ് പറഞ്ഞു, എന്നാൽ കേൾക്കണേ, നിങ്ങളെക്കാളും എത്രയോ മുന്തിയ ആളാണ് സഫ്വാൻ ഇബ്നു മുഅത്വിൽ റളിയല്ലാഹു അൻഹു. അത്രയും നല്ല രണ്ടാളുകളെ പറ്റിയാണ് മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആയിഷ ബീവിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന സ്വഹാബിയെ സംബന്ധിച്ച് അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് അന്നത്തെ കപടവിശ്വാസികൾ പറഞ്ഞു പരത്തുന്ന പല കഥകളും ശരിയല്ല എന്ന് അള്ളാഹുവിന്റെ വിശദീകരണം വരുന്നതിന്റെ മുമ്പേ സ്വന്തം ഭാര്യയോട് ആയിഷ ബീവിയുടെ വിഷയത്തിൽ ബീവി നിരപരാധിയാണ്, അവരെ പറ്റി മോശം വിട്ടത് വിചാരിക്കാൻ പാടുള്ളതല്ല എന്ന് സ്വന്തം ഭാര്യയെ പഠിപ്പിച്ച ആ പെണ്ണ് സ്വന്തം ഭർത്താവിനെ പഠിപ്പിച്ചു. എന്തുകൊണ്ട്? ളുന്നൂബിൽ മുഅ്മിനീന ഖൈറാ, മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നല്ലതാണ് വിചാരിക്കേണ്ടത്, തെറ്റുകാരാണെന്നല്ല വിചാരിക്കേണ്ടത്, കുറ്റക്കാരാണെന്നല്ല വിചാരിക്കേണ്ടത്. പോലീസുകാരൻ ക്രിമിനലുകളെ നോക്കുന്ന പോലെയല്ല സത്യവിശ്വാസിയെ നോക്കേണ്ടത്, സത്യവിശ്വാസിനിയെ നോക്കേണ്ടത്. എല്ലാവരും നമ്മളെക്കാൾ ഉത്തമർ, അങ്ങനെയാ വിചാരിക്കേണ്ടത്. നമ്മെക്കാളും പ്രായം കുറഞ്ഞവരെ കാണുമ്പോ അല്ലാഹുവേ, ഞാൻ ചെയ്ത പോലെ തെറ്റ് ചെയ്യാൻ പ്രായമായില്ലല്ലോ ഈ ചെറുപ്പക്കാരന്, അതുകൊണ്ട് എന്നെക്കാളും പാപം കുറഞ്ഞവനാണവൻ. മുതിർന്ന ആളെ കാണുമ്പോ റബ്ബേ, അയാൾ ചെയ്ത നന്മകളൊന്നും ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിക്കാണില്ല, എന്നെക്കാളും കൂടുതൽ ജീവിച്ച ആളല്ലേ, എന്നെക്കാളും കൂടുതൽ നന്മ ചെയ്തിട്ടുണ്ടാകും. ഫീ കിൽതൽ ഹാലതൈൻ, രണ്ടവസ്ഥയിലും ഹുവ ഖൈറും മിന്നി, മുതിർന്ന ആൾ എന്നെക്കാൾ ഉത്തമനാണ്, എന്റെ ജൂനിയറും എന്നെക്കാൾ ഉത്തമനാണ്. ഇങ്ങനെയാണ് സത്യവിശ്വാസികൾ വിചാരിക്കേണ്ടത്. ഇനി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അവരാണല്ലോ ഈ വിഷമം അനുഭവിച്ചത്. ആയിഷ ബീവി എത്ര രാവുകളാ ഉറങ്ങാതെ കരഞ്ഞു കളഞ്ഞത്. എന്റെ റസൂൽ എന്നോട് മിണ്ടിയില്ലല്ലോ, എന്റെ ഹബീബ് എന്താ വരാത്തത്, അള്ളാഹു എന്താണ് എന്റെ നിരപരാധിത്വം അറിയിക്കാത്തത്? സ്വന്തം ഹബീബിനോടല്ലേ ആയിഷ ബീവി പറഞ്ഞത്, ചെയ്യാത്ത കുറ്റം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, നിങ്ങൾ എന്നെ വിശ്വസിക്കും. എന്നാൽ അള്ളാഹ്ക്കറിയാം ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത പാപം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല. പക്ഷെ അള്ളാഹുവിനറിയാം ഞാൻ നിരപരാധിയാണെന്ന്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ
ആ വ്യഭിചാര ആരോപണം കപടവിശ്വാസികൾ പറഞ്ഞു പരത്തിയപ്പോൾ സ്വഹാബികളിൽ 1-2 ആളുകൾ, പെണ്ണുങ്ങളിൽ 1-2 ആളുകൾ ആ പറഞ്ഞ വാക്ക് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ വാട്സപ്പിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത്, ഏറ്റു പറയുന്നതിന് തുല്യമാണത്. ഒരു തിന്മയെ ഫോർവേഡ് ചെയ്യുന്നത്, ആ തിന്മ നമ്മൾ ഇഷ്ടപ്പെട്ടു നീയും കണ്ടോ എന്ന് ഒരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ തിന്മ ഇഷ്ടപ്പെടുമ്പോഴാ ആ ന്യൂസ് നമ്മൾ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ തിന്മകൾ എത്രയെല്ലാം ആളുകളിലേക്ക് മാറിമറിഞ്ഞു പോകുന്നുണ്ടോ, ആ കുറ്റമെല്ലാം ഇതാദ്യം ഫോർവേഡ് ചെയ്ത ആൾക്ക്, ഇതാദ്യം ഉണ്ടാക്കിയ ആൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചെയ്തു പോയ എത്രയോ തിന്മകൾ നമ്മൾ ചെയ്യുന്ന ഒരു മിനിമം ഫോർവേഡിലൂടെ തന്നെ അനാവശ്യമായ ന്യൂസുകൾ, ഒരു സത്യവിശ്വാസിയെ അപമാനപ്പെടുത്തുന്ന വാർത്തകൾ ഫോർവേഡ് ചെയ്യല്ല, അത് ചെയ്യാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വന്ന ഈ ആരോപണ വിഷയത്തിൽ നബിയുടെ സ്വഹാബിയും പാട്ടുകാരനും ഹബീബിന് വേണ്ടി പാട്ടുപാടുമായിരുന്ന ഉഹുജുഹും വജിബ്രീലു മഅക, പാടിക്കോളൂ ഹസ്സാനെ, ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളോടൊപ്പം സഹായിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഒരൽപ്പം ഏറ്റുപറഞ്ഞു പോയ ആളാണ്. അതിന്റെ പേരിൽ ഖദ്ഫിന്റെ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ 80 അടി വീതം അടിക്കപ്പെട്ട ആളാണ്. നബി തങ്ങളുടെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹയുടെ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹംന ബിൻത് ജഹ്ഷ്, ഹംന ബീവി, അവരും ആരോപിതമായ വിഷയം നാക്കിലൂടെ ആളുകളിലേക്ക് ഏറ്റുപറഞ്ഞതിൽ പെട്ടുപോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഹംന റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയുടെ സഹോദരിയാണ്, അവരും ശിക്ഷിക്കപ്പെട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. എന്നാൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരെ പിൽക്കാലത്ത് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആരോ ഒരാൾ ചീത്ത പറയുന്നത് കേട്ടപ്പോ, ആരോ ഒരാൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ മോശമായി പറയുന്നത് കേട്ടപ്പോ എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്നറിയുമോ? ഹസ്സാൻ എന്നവരെ ചീത്ത പറയലിൻ ദഊ, ഹസ്സാൻ എന്നവരെ വിട്ടേക്കണം. അലൈസ ഹുവൽ ഖായിൽ, ഹസ്സാൻ എന്നവരല്ലേ അന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി പാട്ട് പാടിയത്. ഫഇന്ന അബീ വവാലിദഹു വഇർദി لعرض محمد منكم وقاء. എന്റെ റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ ഞാൻ ആരെയും വിടുകയില്ല. എന്റെ വാപ്പയും എന്റെ വാപ്പയുടെ വാപ്പയും എന്റെ അഭിമാനവും അള്ളാന്റെ റസൂലിന്റെ അഭിമാനം കാക്കാൻ വേണ്ടി ഞാൻ ബലിയർപ്പിക്കാൻ ഒരുക്കമാണെന്ന ഒരു നല്ല പാട്ടുപാടിയ മഹാനല്ലയോ ഹസ്സാൻ ഇബ്നു സാബിത്ത്. അതുകൊണ്ട് ഹസ്സാനെ ചീത്ത പറയരുതേ. ദഊഹു, അദ്ദേഹത്തെ വിട്ടേക്കണമെന്ന് സ്വന്തം അഭിമാന വിഷയത്തിൽ ഇടപെട്ട ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞപ്പോൾ ആയിഷ ബീവി അത് പറയല്ലേ, ഹസ്സാൻ എന്നവർ എന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാലും ഹസ്സാനിലെ നന്മയാണ് നമ്മൾ നോക്കേണ്ടത്. ആർക്കാണ് കുറ്റങ്ങളില്ലാത്തത്, ആർക്കാണ് കുറവുകളില്ലാത്തത്, ആർക്കാണ് പിഴവുകൾ സംഭവിക്കാത്തത്? പക്ഷേ ഒരാളിന്റെ നന്മയാണ് നോക്കേണ്ടത്. ഹസ്സാൻ റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നല്ലൊരു പാട്ടുപാടിയിട്ടില്ലേ? ഫഇന്ന അബീ വവാലിദഹു വഇർദി ലിഇർദി മുഹമ്മദിൻ മിൻകും വിഖാഉ. ഒരു മനുഷ്യനിലെ പോസിറ്റീവ് സൈഡ് നോക്കണം. ഒരാളിന്റെ നന്മയാണ് നോക്കേണ്ടത്, ഒരാളെ പറ്റി നല്ലതാണ് വിചാരിക്കേണ്ടത്, ആരെയും മോശപ്പെടുത്തരുത് എന്ന വലിയൊരു ആശയം പഠിപ്പിക്കുകയാണ് ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ നമ്മുടെ സഹോദരിമാർക്ക് മാതൃകയായ, സഹോദരന്മാർക്ക് മാതൃകയായ ഉമ്മുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ളുന്നൂബിൽ മുഅ്മിനീന ഖൈറാ, എപ്പോഴും നല്ല വിശ്വാസത്തോടെ, ആരെയും കുറ്റപ്പെടുത്തുന്ന ഭാവനയില്ലാതെ, ആരെയും കുറ്റവാളിയായി കാണാതെ, എല്ലാവരും നമ്മളെക്കാൾ മെച്ചമാണ്, നമ്മളെക്കാളും നല്ലവരാണ്, നമ്മളെക്കാളും നന്മ ചെയ്തവരാണ് എന്ന രീതിയിലേ നോക്കിക്കാണാവൂ എന്ന ശറഇന്റെ സാരോപദേശം എന്റെ സ്വന്തം നഫ്സിനോടും സദസ്സിനോടും കൈമാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാരോപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.